തറേക്കോട്ടയിൽ വന്നിരിക്കുകയാണ്. ഞാൻ വഴി തെറ്റി വന്നതാണ്. ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയതിന് ശ്രേണില്ല. അപ്പൊ അവിടെ ആദില്ല. അങ്ങനെ ഞങ്ങൾ തറേക്കോട്ടയിൽ വിട്ടത്. അതിന്റെ ഫ്രണ്ട് അയിലുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ പോകണം വിചാരിച്ചത്. അത് ഞങ്ങൾ തറേക്കോട്ടയിൽ വന്നിരിക്കുകയാണ്. ആയില്ലേ നമ്മുടെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങനെ കൊടുക്കുന്ന സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കൈ മാന്തുന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. മഴ നല്ല മഴ ഉണ്ട്. തോർക്കട്ടെ നല്ല വൈദ്യുതി സ്ഥലമാണ്. അപ്പുറത്ത് പുഴ ഉണ്ട്. പുഴയിലേക്ക് നമുക്ക് പോകണം. ചെരുപ്പ് ബോട്ടുണ്ടാവും. ബോട്ട് ഇല്ല. ആ ചെരുപ്പോ ഇതിലൂടെ പോയി പിടിക്ക്. ഏതാ ഗൈസ്, അങ്ങനെ നമ്മൾ തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ചിച്ചു പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ വഴിയിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇത് വരുന്നത് വെച്ചാൽ കോഴിക്കോട് കാരന്തൂരിലാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. പക്ഷേ ഒരു ആക്രമിക്കൊന്നുമില്ല. വെച്ചാൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളിത് അമ്പലത്തിൻ്റെ നടവഴി കൂടി ഇങ്ങനെ പോവുകയാണ്. പിന്നെ വേറെ വെച്ചാൽ കുറച്ചുകൂടി അറിയാൻ വെച്ചപ്പോൾ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിരിക്കുന്ന ചന്ദ്രേട്ടൻ്റെ ചായക്കട ഇതിൻ്റെ അടുത്താണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ ചായക്കടയോട് അടുത്ത് തന്നെ. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഈ അമ്പലത്തിലൊക്കെ ഒന്ന് കയറാം. അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും നല്ല കാടാണ്. വലിയ വലിയ മരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ട് വെച്ചാൽ പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ. പിന്നെ അന്ന് ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ അന്ന് ഇവിടെ നവരാത്രിയോടനുബന്ധിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടത്തിയ സ്റ്റേജും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. മഴയായപ്പോൾ ഞങ്ങൾ നല്ല ശക്തിയായി മഴ ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറിയിരുന്നു. അടിപൊളി മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. വരുമ്പോൾ കൊടുക്കാം. അങ്ങനെ ചിച്ചു അതിലേയും കൂടി ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഈ തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ഇടത്ത് ഭാഗത്ത് കാണുന്ന ഒരു സ്ഥലമാണ്. ഇതല്ല ഒറിജിനൽ പുഴ. പക്ഷെ ഇത് പുഴയല്ല, ഇത് അവിടുത്തെ ഒരു വെള്ളക്കെട്ടാണ്. അതിങ്ങനെ വെള്ളം മഴക്കാലത്ത് ഇങ്ങനെ നല്ലോണം വെള്ളമൊക്കെ നിറഞ്ഞു ഒഴുകൂല. അതിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം. അടിപൊളി സ്ഥലമാണ്. പക്ഷെ മഴ ഇല്ലാതെ ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പുല്ലൊക്കെ ഇങ്ങനെ വളർന്നിട്ട് നല്ല ക്ലിയർ ആയി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് ഇതിന്റെ. ഇപ്പം വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട. പിന്നെ ഇതിന്റെ പുഴ ഞങ്ങൾ തേടി പോയത് പുഴയൊന്നും എവിടെയും കണ്ടില്ല. പുഴ മഴ കഴിഞ്ഞു. അതുകൊണ്ട് പുഴ ഈ മെയിൻ റോഡല്ല, ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡുമ്മ കൂടെ പോകണം ആ പുഴയിലേക്ക് തന്നെ. അപ്പം അത്ര ദൂരം ഞങ്ങൾക്ക് നടക്കാനുള്ള സവിശേഷതകളൊക്കെ കുറഞ്ഞല്ല, എന്താ പറയാ, അതൊക്കെ കുറഞ്ഞ് ക്ഷീണമായി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കാണാൻ അങ്ങനെ അതിലൂടെ ഒക്കെ നടന്ന് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവരുണ്ടാവും ഫോട്ടോഷൂട്ടാണ് ഇവരെ. ഫോട്ടോഷൂട്ടാണ്, സ്ലോ മോഷൻ വീഡിയോ എടുത്തോണ്ടൊക്കെ റീൽസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തത്. പക്ഷെ അതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാട്ടോ റീൽസ് ചെയ്യാനും. അടിപൊളി ഇടവഴി കൂടി ഒക്കെ പോകാനും കണ്ടി. സൂപ്പർ സ്ഥലങ്ങളാണ്. അതെ, അവിടുന്ന് ഞാനും ചിച്ചും കൂടി അങ്ങനെ നടന്നു വരുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന കൊടയിലൊന്നും കൂട്ടാതെ സ്ലോ മോഷനിൽ ഞാൻ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാ കൊടയിലൊക്കെ പോയി കാണുന്നില്ല ഗൈസ് ബാക്കില്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ
അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു വരികയാണ്. നേരെ ഞങ്ങൾ പിന്നെ വിട്ടത് ഹോട്ടലിലേക്കാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയാണ്, നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നും കൊരങ്ങന്മാരൊന്നും കണ്ടില്ലല്ലോ പോയിട്ട്. അതെ, കൊരങ്ങന്മാരെ ഞങ്ങൾ അവസാനം ഒരു കൊരങ്ങനെ കണ്ട്. അങ്ങനെ ഞങ്ങൾ അതെ, ഞാൻ എൻ്റെ അടുത്ത് ഒരു 6 നമ്പറുണ്ട് എനിക്ക് ഇഷ്ടമില്ല, അതെടുത്ത് ഞാൻ കൊടുത്ത്. അത് കൊടുത്തേരെ പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പോസ്റ്റൊക്കെ ചെയ്തത് കേസ്. ഒരു മരത്തിൻ്റെ ഉള്ളിൽ അല്ല, ഒരു പാറേൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് കൈയൊക്കെ അങ്ങനെ മുകളിൽ വെച്ച് കണ്ട് ഇങ്ങനെ നിൽക്കണ്ടേര്. അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ്. പിന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ എന്താ കഴിച്ചത്? ഹോട്ടലിൽ പോയിട്ട് അവിടെ നിങ്ങൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ 65 ഉണ്ടായിരുന്നു. സദ്യയുടെ കൂടെ ചിക്കൻ 65 ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.